വെൽക്കം ടു അൽബേനിയൻ സീരീസ് പാർട്ട് 8. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് സ്കോദറിലുള്ള തെത്ത് എന്ന് പറയുന്ന ഒരു വില്ലേജിലേക്കാണ്. ഈ കാറിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇന്ന് നമ്മളെ കൂടെ ബിനു അച്ഛനായിരുന്നു വരാമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ അച്ഛൻ്റെ തിരക്ക് കാരണം അച്ഛന് വരാൻ പറ്റിയില്ല. പകരം അച്ഛന് ഏറ്റവും വിശ്വാസമുള്ള മറ്റൊരാളെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ലൂജി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ബേസിക്കലി അദ്ദേഹം ഒരു ലോയറാണ്. പോരാത്തതിന് നമ്മളുടെ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിന് റോളുണ്ട്. ഇന്നിപ്പോൾ ആ തിരക്കൊക്കെ മാറ്റി വെച്ചിട്ടാണ് നമുക്ക് വേണ്ടി ഈ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനായിട്ട് വരുന്നത്. ഇന്ന് നമ്മൾ തിരാനയുടെ ആ തിരക്കുന്നൊക്കെ മാറി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വില്ലേജിലേക്ക് പോകാമെന്നാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ലാൻഡ്സ്കേപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും തിരാനയുടെ ആ തിരക്കുന്നൊക്കെ മാറി മൗണ്ടൻസിനോട് ക്ലോസറായിട്ട് വരികയാണ്. പോകുന്ന വഴിക്ക് ലാൻഡ്സ്കേപ്പ് ഇങ്ങനെ മാറി മാറി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള വീടും ഈ കല്ലുകൊണ്ടാണ് ഈ വീടെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. സ്കോദർ എന്നുള്ള സ്ഥലത്തൂടെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്കോദറിലുള്ള പല കാസിൽസും നമുക്ക് ഈ പോകുന്ന വഴിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇവിടെ ആർക്കും വേണ്ടാണ്ട് കിടക്കുന്ന ഒരു സാധനമാണ് ഈ ബ്ലാക്ക് ബെറീസ്. ഞങ്ങൾ വഴിയിൽ ഇറങ്ങി ഇതൊക്കെ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. താങ്ക് യു. അങ്ങനെ നമ്മൾ ബ്ലാക്ക് ബെറി ഒക്കെ പറിച്ചു. ഇനി നമ്മൾ റൊസാഫ കാസിലാണ് കാണുന്നത്. അങ്ങനെ സിമിലർ ആയിട്ടുള്ള കുറേ കാസിൽസ് ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറീസ് ഒക്കെ കണ്ട് ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഒരു ഹിൽ ടോപ്പിലുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ്. ആ റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. അതെ അല്ലേ. സോ ദിസ് ഇസ് ദ വ്യൂ അല്ലേ. കോഫി ആണെങ്കിൽ താഴെ ഇരുന്ന് കുടിക്കും, ചായ ആണെങ്കിൽ ഞങ്ങൾ മുകളിൽ ഇരുന്ന് കുടിക്കും. ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുള്ളല്ലേ. കോഫിനെ പറ്റുന്നു. ഓക്കെ.
കണ്ട് ഇനിയാണ് തെത്തിലെ മെയിൻ അട്രാക്ഷനായ ചർച്ചിലേക്ക് പോകുന്നത്. ശരിക്കും ഒരു ഫെയറി ടെയിൽ കാണുന്ന പോലെ ഒരു ഫീലായിരുന്നു ഇവിടെ വന്ന് ഈ ഒരു ചർച്ച് കണ്ടപ്പോൾ. എത്ര ഫോട്ടോസ് എടുത്തിട്ടും മതിയാവുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അത്യാവശ്യം നല്ല ദൂരമുണ്ട്. ഒരു ഫുൾ ഡേ എടുത്തിട്ടാണ് ഞങ്ങൾ ഈ പോയി വന്നിട്ടുള്ളത്. അതിനൊപ്പം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൺസെറ്റും കൂടി കണ്ടു. ലൈഫിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സൺസെറ്റ്. പോകുന്ന വഴിക്ക് നമ്മൾ ഇവിടുത്തെ ഒരു പ്രീസൺ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ലൈറ്റ് ഇട്ട് കാണുന്നത് മുഴുവൻ ഇവിടുത്തെ പ്രീസൺ ആണ്.